ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. 4 സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് മുന്നേറ്റം, കോൺഗ്രസിന് തിരിച്ചടി, ആം ആദ്മി പാർട്ടിക്ക് ആഹ്ലാദിക്കാം. വിധിയെഴുത്ത് വിലയിരുത്താം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. രാജസ്ഥാനിൽ ബിജെപിക്ക് 3-2 ഭൂരിപക്ഷം. മധ്യപ്രദേശും ഛത്തീസ്ഗഡും നിലനിർത്തി. ഡൽഹിയിൽ തൂക്കുസഭ. കോൺഗ്രസ് 3-ാം സ്ഥാനത്ത്. തിരസ്കാര വോട്ടുകൾ കുറവ്. കോൺഗ്രസിനെയും ബിജെപിയെയും ഞെട്ടിച്ച് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം. ഷീലാ ദീക്ഷിത് അരവിന്ദ് കെജ്രിവാളിനോട് തോറ്റു. ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്ന് കെജ്രിവാൾ. രാജസ്ഥാനിൽ CPM-ന്റെ 3 MLA-മാർ തോറ്റു. കോൺഗ്രസ് ആത്മപരിശോധന നടത്തുമെന്ന് സോണിയാഗാന്ധി. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വ്യക്തമായ സന്ദേശമെന്ന് രാജ്നാഥ് സിംഗ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് LDF നാളെ മുതൽ ക്ലിഫ് ഹൗസ് ഉപരോധിക്കും. നഗരത്തിൽ ശക്തമായ സുരക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വൻ തിരിച്ചടി. മധ്യപ്രദേശിൽ ഭരണം നിലനിർത്തിയ BJP രാജസ്ഥാനിൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു. ആം ആദ്മി പാർട്ടി വൻ മുന്നേറ്റം നടത്തിയ ഡൽഹിയിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഛത്തീസ്ഗഡിലും BJP അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഡൽഹിയിൽ കന്നി അംഗത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് രാവിലെ പാട്ടും നൃത്തവുമായി പ്രവർത്തകർ ഓരോ വിജയ വാർത്തയെയും എതിരേറ്റു. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ബദലിന്റെ തുടക്കമായിട്ടാണ് ഈ വിജയത്തെ പ്രവർത്തകർ കാണുന്നത്. ഡൽഹി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ നഗറിനടുത്തുള്ള പാർട്ടി ആസ്ഥാനത്ത് രാവിലെ മുതൽ പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. ലീഡിംഗ് സീറ്റുകളുടെ എണ്ണം കൂടിയതോടെ അത് പ്രവാഹമായി മാറി. പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഓരോ മുന്നേറ്റങ്ങളും ലൗഡ് സ്പീക്കർ വഴി പ്രവർത്തകരിലേക്ക് എത്തി. അപ്പോഴൊക്കെ ആർപ്പുവിളികളുടെ ആവേശ പ്രകടനം, ഒപ്പം പാട്ടും നൃത്തവും. പ്രായമേറിയവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും എല്ലാവരും പാർട്ടിയുടെ ചരിത്ര വിജയം ഒരുമിച്ച് ആഘോഷിച്ചു. ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ തുടക്കമായിട്ടാണ് വിജയത്തെ പ്രവർത്തകർ കാണുന്നത്. It is change based on ideas. It is the acceptance of our ideas by the public. That's what this mandate shows. And those ideas are relevant to general election also. ഉച്ചക്ക് 12 മണിയോടെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ വിജയവാർത്തയെത്തി. അതോടെ ആവേശം പാരമ്യതയിൽ. അവസാനം ആവേശ പ്രകടനത്തിൽ പങ്കുകൊള്ളാൻ കെജ്രിവാൾ നേരിട്ടെത്തി. ये मेरी जीत नहीं है, ये नई दिल्ली विधानसभा के लोगों की जीत है और मुझे पूरा यकीन है कि फाइनली देश जीतेगा, लोग जीतेंगे, जनतंत्र जीतेगा, भारत जीतेगा. കോൺഗ്രസിനും BJPക്കും ബദലായി ഉയർത്തപ്പെട്ട ഒരു രാഷ്ട്രീയത്തിന്റെ വിജയമായിട്ടാണ് ആം ആദ്മി പാർട്ടി ഈ ചരിത്ര വിജയത്തെ കാണുന്നത്. അതിന്റെ അനുരണനങ്ങൾ വരും നാളുകളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അതിന്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. ക്യാമറമാൻ എൽദോ ജോസഫിനോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1 ഡൽഹി. 4 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്താൻ നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, BJPയുടെ MT രമേശ്, CPIM MP KN ബാലഗോപാൽ, ഫ്രണ്ട് ലൈൻ്റെ അസോസിയേറ്റ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനും സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ TT ശ്രീകുമാർ. അദ്ദേഹം സ്കൈപ്പ് വഴി ചർച്ചയിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടിയുടെ രതീഷ്, ആക്ടിവിസ്റ്റായ TJ അജയ് എന്നിവരാണ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, 4 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒന്ന്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള സ്വാധീനം. ഇത് വരുംകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടി ഉയർത്തിപ്പിടിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും ആം ആദ്മി പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ അസ്തിത്വം കൈവരിക്കാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവായി കാണേണ്ടതുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തെ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് കരുതണമോ? ഇതിൽ 2 ചോദ്യത്തിനും ഉത്തരം അതെ എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്ന് BJPയുടെ പ്രകടനം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന്
ഇതേ രീതിയിൽ ആവർത്തിക്കുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വ്യക്തമായ സൂചന ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ ഭരണരീതിയോടും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ രീതിയോടും ഉള്ള ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാൻ പോകുന്നത് സ്വാഭാവികമായും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോഴും ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം ആപ്പിൻ്റെ പ്രകടനം, ഡൽഹിയിലെ പ്രകടനം കാണിക്കുന്നത് ഈ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തനത്തിൽ, അവരുടെ ട്രാക്ക് റെക്കോർഡിൽ, അവരുടെ നയപരിപാടികളിൽ ഒക്കെ മനംമടുത്ത, അതിൽ താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ചും യുവജനങ്ങൾ ഉണ്ട് എന്നും അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നുന്ന, അവരുടെ ഭാഷയും അവരുടെ ആശയങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുടെ കൂടെ രാഷ്ട്രീയമായി മൂർത്തമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി കടന്നു വരാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ആപ്പ് നൽകുന്ന പാഠം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ചോദ്യത്തിനും അതേ ഉത്തരമാണ്. പക്ഷേ അതേ എന്നുള്ള ഉത്തരം രണ്ടിൻ്റെയും ഭാഗികമായ അതേ എന്ന് മാത്രം. റൈറ്റ്. ശ്രീ എം ടി രമേശ്, BJP നേതാക്കൾ ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു 4 സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തും, സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യം. ഡൽഹിയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം ഏതാണ്ട് 15 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിലേക്ക് BJP തിരിച്ചെത്തുമ്പോൾ അതിന് കാരണമായത് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യമാണെന്ന് BJP അംഗീകരിക്കുമോ? ഛത്തീസ്ഗഡിൽ രമൺ സിംഗ് സർക്കാരിൻ്റെ തുടർച്ച സാധ്യമാകുന്നുണ്ടെങ്കിൽ അത് വളരെ നെക്ക് ടു നെക്ക് പോരാട്ടത്തിന് ശേഷമാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശ്, രാജസ്ഥാൻ സ്വാഭാവികമായും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ 5 വർഷങ്ങൾ കഴിയുമ്പോൾ പാർട്ടികളെ മാറി മാറി അധികാരത്തിൽ കൊണ്ടുവരാറുണ്ട്. കോൺഗ്രസിനകത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ജാട്ട് വിഭാഗം കോൺഗ്രസിൽ നിന്ന് അകന്നത്, ഇതെല്ലാം BJPക്ക് അനുകൂലമായി എന്ന് കരുതുന്നതല്ലേ? അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ മനസ്സിലാകുന്നു. അതല്ലാതെ ഒരു മോഡി ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന്, രാജ്യത്ത് വളരെ വലിയ തോതിലുള്ള കോൺഗ്രസ് വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും വിജയത്തെ നിങ്ങൾക്ക് സാമാന്യവൽക്കരിക്കാൻ വേണ്ടി കഴിയില്ല. മധ്യപ്രദേശിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ഗവൺമെൻറ് ഭരിക്കുന്നു. വലിയ തോതിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ അവിടെ നടത്തിയിരുന്നു. ഗ്വാളിയർ രാജകുടുംബാംഗങ്ങൾക്ക് മധ്യപ്രദേശിലുള്ള വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായ സ്വാധീനം, ജനങ്ങൾക്ക് അവരോട് താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെ ഇറക്കിയിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും 3-2 ഭൂരിപക്ഷത്തോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാൻ തിരിച്ചു വരുന്നു. രാജസ്ഥാനിൽ കുറച്ചുകൂടി മേലെയാണ്, 4-3 ഭൂരിപക്ഷമാണ് വസുന്ധരാജ് സിന്ധ്യ. സാമുദായിക ഇക്വേഷൻസ് BJPക്കെതിരായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കൂടെ ഉണ്ടായിരുന്ന മീണ വിഭാഗം, ഗുജറാത്തിലെ വലിയൊരു സമുദായമാണ്, ഈ പ്രാവശ്യം BJPയുടെ കൂടെയുള്ള അവർ പ്രത്യേക സ്ഥാനാർത്ഥികൾ നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിധിവരെ ഞങ്ങളെ സഹായിച്ചിരുന്നു ഗുജർ വിഭാഗം. ആ ഗുജർ വിഭാഗം ഇപ്പോൾ BJPയുടെ കൂടെയില്ല. അപ്പോൾ സാമുദായിക ഘടന പോലും BJPക്കെതിരായിരുന്നു. എന്നിട്ട് പോലും 100 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 22-23 സീറ്റിലേക്ക് തോറ്റുപോയിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിനായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. ആ ജനവികാരമാണ് എല്ലാ സ്ഥലത്തും പ്രതിഫലിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ രമൺ സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ ഭരണം നിലനിർത്താൻ സാധിച്ചതും പ്രതികൂലമായ ഘടകങ്ങൾക്കിടയിലാണ്. കാരണം അവിടുത്തെ ഈ മാവോയിസ്റ്റുകളുടെ അക്രമത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള കുറേ നേതാക്കന്മാർ മരിച്ചതിൽ വലിയ സിമ്പതി വേവ് ഉണ്ടായിരുന്നു. മരണപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ ബന്ധുക്കൾ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ മേഖലയിൽ, നക്സൽ ബാധിത മേഖലയിൽ BJPക്ക് തിരിച്ചടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയ സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ പ്രതികൂല ഘടകമുണ്ടായിട്ട് പോലും രമൺ സിംഗ് ഗവൺമെൻറ്റിനുള്ള ജനപ്രിയത കൊണ്ടാണ് അവിടെ വച്ചത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി BJPയെ സഹായിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ വ്യക്തിപരമായ വിശകലനത്തിൽ കുറച്ചുകൂടി സീറ്റ് BJPക്ക് കിട്ടുമായിരുന്നു. കാരണം പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കിയത്. അവിടെ കോൺഗ്രസ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതേസമയത്ത് അവരൊരിക്കലും BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ല. അങ്ങനെയുള്ള ആളുകൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു മധ്യവർത്തി സമൂഹത്തിന് ആം ആദ്മി പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ BJPക്കായിരുന്നു വോട്ട് ചെയ്യുക. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ട് BJPക്ക് ഞങ്ങളുടെ വിജയം കുറച്ച് തിളക്കം കുറഞ്ഞു. പക്ഷേ ശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു. ഈ ഒരു ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നു. അതിൻ്റെ ഫലമായിട്ടാണ് വിജയമുണ്ടായത്. പിന്നെ നിങ്ങൾ ചോദിച്ച നരേന്ദ്രമോദിയുടെ എഫക്റ്റ്, BJP ഒരിക്കലും നരേന്ദ്രമോദിയുടെ എഫക്റ്റ് മാത്രമാണ് ഈ വിജയങ്ങൾക്കെല്ലാം ആധാരമെന്ന് പറഞ്ഞിട്ടില്ല.
പക്ഷെ അതൊരു ഘടകമാണ്. കാരണം ഈ പ്രാവശ്യം ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു നരേന്ദ്രമോദി പ്രചരണത്തിലിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനായിട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. നേരത്തെ മാധ്യമങ്ങളാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെ ഒരു പരീക്ഷണമാണ് എന്ന് മാധ്യമങ്ങളാണ് സൂചിപ്പിച്ചത്, BJP ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ ക്യാമ്പയിനിങ്ങിൻ്റെ ദൃഷ്ടിയിൽ ഈ 4 സംസ്ഥാനങ്ങളെയും BJP പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഈ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ച വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നരേന്ദ്രമോദി തന്നെയാണ്. അതുമാത്രമാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത് 2014 കൂടി പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. റൈറ്റ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, മധ്യപ്രദേശ് മാറ്റി നിർത്താം. ഡൽഹിയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ഛത്തീസ്ഗഡും രാജസ്ഥാനിലും കോൺഗ്രസിന് പരാജയമുണ്ടായതും പരിശോധിച്ചാൽ ഈ 3 സംസ്ഥാനങ്ങളിലും വ്യക്തമായി ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന് വിലയിരുത്തിക്കൂടെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരാജയം തന്നെയാണ്. ഞങ്ങൾ 4 സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് വല്ലാ വിനയത്തോടും കൂടി ആ പരാജയം ഏറ്റെടുക്കുന്നു. ആ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തൽ വേണ്ടെടുത്ത് തിരുത്തൽ കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ ഇവിടെ അവകാശപ്പെടുന്നത് പോലെ ഒന്നുമുള്ള കാരണങ്ങളല്ല ഈ പരാജയത്തിൻ്റെ ഒന്നും കാരണം, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു കാര്യം എടുക്കാം, നമുക്ക് ഛത്തീസ്ഗഡും മധ്യപ്രദേശും എടുത്താൽ ഛത്തീസ്ഗഡും മധ്യപ്രദേശും നേരത്തെ മുതലേ BJPയുടെ കൈവശമിരുന്ന സംസ്ഥാനങ്ങളാണ്. മധ്യപ്രദേശിൽ ഒരു 4-5 സീറ്റ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചതിനേക്കാൾ കൂടുതൽ ജയിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തരംഗവും അവിടെ കയറിയിട്ടില്ല. ഒരു തരംഗത്തിൻ്റെയും പിൻബലത്തിലല്ല അവിടെ ഈ വിജയം BJPക്കുണ്ടായത്. ഛത്തീസ്ഗഡിലാണെങ്കിൽ നേരത്തെ കിട്ടിയ സീറ്റിനേക്കാൾ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളരെ ഒരു തിൻ മാർജിനിലേക്കാണ് അവർ ഭരണം നടത്തുന്നത്. അപ്പോൾ അവിടെയും ഒരു മോഡി ഫാക്ടറോ അല്ലെങ്കിൽ മോഡിയുടെ ഒരു തരംഗമോ ഒന്നും ബാധിച്ചതായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ബാധിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന വിജയരാജ് സിന്ധ്യ വസുന്ധര രാജ സിന്ധ്യ തന്നെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് ഈ വിജയത്തിൻ്റെ ശില്പി നരേന്ദ്രമോദിയാണെന്നാണ്. അവർ മാധ്യമങ്ങളോട് ജയിച്ച ഉടനെ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ വിജയത്തിൻ്റെ ശില്പി നരേന്ദ്രമോദി എന്ന് അവർ പച്ചയായി സമ്മതിച്ചിരിക്കുന്നു. ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ ഒരു ഓഫ് ഷൂട്ടാണ് BJPയുടെ ജയത്തിൻ്റെ കാരണം. ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിൻ്റെ സാന്നിധ്യം കൊണ്ട് കോൺഗ്രസിനെതിരെ വോട്ടുകൾ കെജ്രിവാളാണ് പിടിച്ചിരിക്കുന്നത്. കുറച്ച് BJPക്ക് പോയിട്ടുണ്ടാകാം കെജ്രിവാളിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ. പക്ഷേ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി ലഭ്യമായി കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കെജ്രിവാളിൻ്റെ ഈ ഒരു പുതിയ മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യത്തിലൂടെ അവർ പിടിച്ചിട്ടുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറഞ്ഞു. അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് എന്നുള്ള നിലയിൽ BJPക്ക് അവിടെ സീറ്റുകൾ ലഭിക്കാനിടയായി. അങ്ങനെ വന്നാൽ ഈ 4 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ വിജയം ഉണ്ടാകുന്നു എന്ന് BJPക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ 5 വർഷവും പുതിയ ഗവൺമെൻറ്റുകളെ പരീക്ഷിക്കുന്ന സമ്പ്രദായവുമുണ്ട്. പക്ഷേ അവിടുത്തെ പരാജയത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. അത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ടുന്നതിന് പാകമായ തരത്തിൽ വളരെ ദയനീയമായ പരാജയമാണ് ഈ സംസ്ഥാനത്തുണ്ടായത്. റൈറ്റ്. രതീഷ്, ഈ ചർച്ചയ്ക്കിടെ BJP പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലാണ്. ആം ആദ്മി പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ആ വോട്ടുകൾ കൂടി BJPക്ക് കിട്ടി BJPയുടെ വിജയം കുറെ കൂടി തിളക്കമാർന്നതാകുമായിരുന്നു എന്നാണ്. ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഉണ്ടാക്കാൻ സാധിച്ച സ്വാധീനം, അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ആം ആദ്മി പാർട്ടി വെച്ച മുദ്രാവാക്യം, ആം ആദ്മി പാർട്ടി പുതിയൊരു ആശയമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ കണ്ട സിസ്റ്റത്തിൽ നിന്നൊക്കെ തന്നെ ഒരു വേറിട്ടൊരു ചിന്ത, എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതെന്ന്. ആ രീതിയിൽ നമ്മൾ ആദ്യം രാഷ്ട്രീയ പ്രവർത്തനത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാതെ പുറത്തുനിന്ന് നോക്കിക്കാണുകയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലെന്നും ജനങ്ങൾക്ക് തിരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് മാത്രമേ അങ്ങനെ പറയാനുള്ള അവകാശമുള്ളെന്നും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പാർലമെൻറ്റോ നിയമസഭയോ കേൾക്കും എന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാമെന്ന് പറഞ്ഞപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്താണ്.
ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തപ്പോഴും BJP ആം ആദ്മി പാർട്ടി ഇല്ലെങ്കിൽ BJP കിട്ടുമെന്ന് പറയുന്നത് BJP തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. BJP തന്നെ ഇപ്പോൾ പറയുമ്പോൾ മുഴുവനും കോൺഗ്രസിൻ്റെ പരാജയമാണ്, കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. അതായത് BJP ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ഒന്നും ചെയ്തത് കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ മോശമായ ഭരണം കൊണ്ട്. അപ്പോൾ BJP ചെയ്തിട്ടില്ല, കോൺഗ്രസിൻ്റെ മോശം. രണ്ടാമത് ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഫേസ്ബുക്കിലൂടെ ഉണ്ടായ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മധ്യവർഗം, ഇതൊക്കെ വളരെ മൈന്യൂട്ടായ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ആം ആദ്മി പാർട്ടി എടുത്ത സമരം, ആം ആദ്മി പാർട്ടി എന്നുള്ള രീതിയിൽ എടുത്തത് അവിടുത്തെ വൈദ്യുതി ചാർജിനും വെള്ളത്തിൻ്റെ ചാർജിനും എതിരായിട്ടുള്ളതാണ്. അത് അവിടുത്തെ ഗള്ളിയിൽ കെജ്രിവാൾ കിടന്ന് നിരാഹാരം അനുഷ്ഠിച്ച് 11 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, ആ സമരം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ നല്ല രീതിയിൽ ആം ആദ്മി പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് അവരാണ് നമ്മളെ മെയിൻ ക്യാമ്പയിനറായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ഇത് ഇനി ഡൽഹിയിൽ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനുള്ള ഭൂരിപക്ഷം, ന്യൂഡൽഹിയിലെ വോട്ടർമാർ ആരാണ്? അവർ ഒരുപാട് കാലങ്ങളായിട്ട് ഡൽഹിയിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസാണ് കൂടുതൽ അവിടെയുള്ളത്. കൂടാതെ നമ്മൾ കാണിച്ചു കൊടുത്ത മാതൃക, വാങ്ങുന്ന ഓരോ രൂപയും വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുന്ന മാതൃക, മാനിഫെസ്റ്റോ ഉണ്ടാക്കിയ മാതൃക, അതാത് മണ്ഡലത്തിൽ അതാത് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 70 നിയോജക മണ്ഡലങ്ങളിലും 70 വ്യത്യസ്തമായ മോഡലുകൾ, തെരഞ്ഞെടുപ്പ് പ്രോസസ്സ്, കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുത്ത പ്രോസസ്സ്, അവിടുത്തെ കാൻഡിഡേറ്റ് ആര് തീരുമാനിക്കണം, അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നത്. കുറേ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു, അതിനൊരു സ്ക്രീനിങ് കമ്മിറ്റി വെച്ച് സ്ക്രീൻ ചെയ്യുന്നു, അതിനുശേഷം ഏറ്റവും ആപ്റ്റായ 5 പേരെ നമ്മുടെ വെബ്സൈറ്റിലൂടെയും മറ്റു മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുന്നു. അവിടെ നിന്ന് ആക്റ്റീവായിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആളുകളെ ആ കാൻഡിഡേറ്റായിട്ട് ഫൈനലൈസ് ചെയ്യുന്നു. എന്താണോ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പ്രോസസ്സ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മറന്നുപോയത്, ഏതെങ്കിലും ഹൈക്കമാൻഡ് അല്ലെ സെൻട്രൽ കമ്മിറ്റിന്നോ പറയുന്ന ആളുകളെ മാത്രം നോമിനേറ്റ് ചെയ്ത് താഴേക്ക് ഇറക്കി വെക്കുന്ന ഒരു സമ്പ്രദായം, അതിനൊക്കെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ചപ്പോൾ അവിടെ യുവാക്കളെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നില്ല, എല്ലാ തരം ജനവിഭാഗങ്ങളും അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇനി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, കഴിഞ്ഞ 30 വർഷത്തെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ പുതുതായി ഉദയം കൊണ്ട പാർട്ടികൾ, ഉദാഹരണത്തിന് TDP, DMDK തുടങ്ങി പുതുതായി ഉദയം കൊണ്ട പാർട്ടികൾക്കെല്ലാം മികച്ച പ്രകടനം അവരുടെ ആദ്യ ഘട്ടത്തിൽ, ഫസ്റ്റ് ഫേസിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസമായി മാത്രം ആം ആദ്മി പാർട്ടിയുടെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തിയാൽ മതിയോ? അതല്ല, ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും മുഖ്യ വിഷയം ആം ആദ്മി പാർട്ടി ഉയർത്തിയ അഴിമതിയും വിലക്കയറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും എല്ലാമായി മാറുമോ? ആ നിഗമനത്തിലൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 3 പാർട്ടികൾ മാത്രമാണ് അവർ രൂപീകരിക്കപ്പെട്ട് 1 വർഷത്തിനകം വലിയ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ പാർട്ടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നമുക്കത് ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാ പാർട്ടികളും പുതുതായിട്ടുണ്ടാക്കിയ പാർട്ടികളൊക്കെ വലിയ വിജയം ഉണ്ടാക്കിയെന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റായ ഒരു നിഗമനമാണ്. അത് നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു കടന്നുവരവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ ആസാം ഗണപരിഷത്തിൻ്റെ കാര്യമായാലും തെലുഗു ദേശത്തിൻ്റെ കാര്യമായാലും അവർ ഈ ഏതാണ്ട് ഇതേ സമയമുള്ള കാലയളവിനകത്ത് അവർ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഈ 2 പാർട്ടികളിലും ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ 2 പാർട്ടികളും സ്വത്ത് രാഷ്ട്രീയം എന്ന് അക്കാദമിഷ്യന്മാർ വിളിക്കുന്ന തരത്തിലുള്ള പ്രാദേശിക വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അവരുണ്ടാക്കിയെടുത്തത്. ആം ആദ്മി പാർട്ടി ആവട്ടെ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രാദേശികമായ വികാരമോ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമുദായപരമായിട്ടുള്ള രൂപീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടോ ഒന്നുമല്ല മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തിരിക്കുന്നത് കൃത്യമായും സാമ്പത്തിക വിഷയങ്ങളിലും അതുപോലെ സാമൂഹികമായ പ്രശ്നങ്ങളിലുമുള്ള ഒരു വിശാലമായ മതനിരപേക്ഷമായ ഒരു മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കടന്നുവരവിനെ നമ്മൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണണം. അല്ലാതെ ഇത് ലഘൂകരിച്ചുകൊണ്ട് ഇതിനെ എല്ലാ പുതിയ പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കും, പിന്നീട് അവരുടെ ശേഷി പോയി പോകുമെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ MT രമേശ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള BJP ഉണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? 1ാം UPA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് സമാനമായ ഒരു സാഹചര്യം BJPക്ക് ഉണ്ടായിരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം BJP എന്ന അധികാരത്തിലെത്തി. പക്ഷേ അതിൻ്റെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല.
ഇവിടെ എങ്ങനെ ഒരു മാറ്റം സംഭവിക്കും? അല്ല, ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജയിച്ചതുകൊണ്ട് മാത്രം തൊട്ടടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു സമവാക്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ രാജ്യത്തുള്ള ഒരു പൊതു ട്രെൻഡ് എന്താണ്? ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരമാണ്. അതിപ്പോൾ ഈ 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചു, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൂടി പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്നു. കോൺഗ്രസ് വെറുതെ അങ്ങ് തോൽക്കുകയല്ല ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ജയവും ഒക്കെ സാധാരണയാണ്. അങ്ങനെയുള്ള തോൽവിയല്ലല്ലോ. 15 കൊല്ലക്കാലം ഡൽഹി ഭരിച്ച കോൺഗ്രസ് 8 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനിൽ 100 സീറ്റായിരുന്നു കോൺഗ്രസ്സിന്, അത് 22-23 സീറ്റിലേക്ക് ഒതുങ്ങുന്നു. ഈ തോൽവി എന്ന് പറയുന്നത് ഒരു സാധാരണ തോൽവിയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു പാർട്ടി തോക്കുന്നു, വേറൊരു പാർട്ടി ജയിക്കുന്നു. അതൊക്കെ സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. അതിനെയൊന്നും നമുക്കൊരു ട്രെൻഡായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടായത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ടായിട്ടുള്ള തോൽവി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് വിരുദ്ധ വികാരമാണ്. കോൺഗ്രസ് എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട് ജയിക്കാൻ, പക്ഷേ ആ കോൺഗ്രസിനെ ജനം തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് രാജ്യത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ തിരസ്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയായിരിക്കും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള തോൽവി, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനേക്കാളും പിറകിലേക്ക് പോകുന്ന രീതിയിൽ 2 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്ന സാഹചര്യം വരാൻ വേണ്ടി പോകുക. ഒന്ന്, നേരത്തെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാനതിനൊരു ഡിബേറ്റിനില്ല. കാരണം ആം ആദ്മി പാർട്ടി ഒരു പുതിയ പാർട്ടിയാണ്. അവർ ഡൽഹിയിൽ നേട്ടമുണ്ടാക്കി. ആ നേട്ടത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വർഷം കൊണ്ട് കുറേ ചെറുപ്പക്കാർ ഒരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാനതിനെ പോസിറ്റീവായി എടുക്കുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഉണ്ടാക്കിയ വിജയം രാജ്യം മുഴുവൻ ആവർത്തിക്കുമ്പോൾ അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. വിശാലമായിട്ടുള്ള ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലമല്ല ഡൽഹിയിലുള്ളത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പിറവിക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള വലിയ സമരം, ആ സമരത്തിനുണ്ടായിട്ടുള്ള മുന്നേറ്റം, ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഉണ്ടായിരുന്ന മുന്നേറ്റം, ഇതിനൊരു പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ BJPയും കോൺഗ്രസിനെയും തിരസ്കരിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി വരുന്നത് എന്ന് പറഞ്ഞ അർത്ഥമൊന്നുമില്ല. BJP എവിടെയും തിരസ്കരിച്ചിട്ടില്ല. BJPയാണ് ഇന്നും ഡൽഹിയിൽ 1ാമത്തെ പാർട്ടി. ഞങ്ങൾക്ക് 2-3 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ. 1ാമത്തെ പാർട്ടി BJPയാണ്. ശരിയാ, ഞാൻ സമ്മതിക്കുന്നു, BJPക്ക് ഒരു 3-4 സീറ്റിൻ്റെ കുറവുണ്ടായേക്കാം. അല്ലാതെ ഡൽഹിയിൽ 70 സീറ്റ് BJP ജയിക്കുന്ന ആരും പ്രവചിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് മാധ്യമങ്ങൾ പ്രവചിച്ചത്, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പ്രവചിച്ചത് ഒരു 34 മുതൽ 38 സീറ്റ് വരെയാണ് BJP പ്രവചിച്ചത്. ആ അർത്ഥത്തിൽ 2-3 സീറ്റ് കുറവ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴും ഡൽഹിയിലെ 1ാമത്തെ പാർട്ടി BJPയാണ്. ജനം തിരസ്കരിച്ചത് കോൺഗ്രസിനെയാണ്. അവിടെ ആം ആദ്മി പാർട്ടി നേട്ടമുണ്ടാക്കി. സുരേഷ് ബാബു, BJPക്ക് ഉണ്ടായ മുന്നേറ്റത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ സസൂക്ഷ്മം നമ്മൾ വിലയിരുത്തേണ്ടത് കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളാണ്. നേരത്തെ ചർച്ചകളിൽ പങ്കെടുത്ത പല കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ഒരു കാരണമായിട്ടുണ്ടെന്നാണ്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ശരിയായ നേതൃത്വം ഇല്ലായ്മ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും. മാത്രമല്ല, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി പരാജയം കാണുന്നു എന്നല്ലേ ഈ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനേറ്റ തിരിച്ചടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യമായില്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. കോൺഗ്രസ് ആത്മപരിശോധന നടത്തി ഏറ്റ പരാജയത്തിൽ നിന്ന് തിരിച്ചു കയറി പരാജയം വിജയമാക്കി മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇതിലെ 2 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചെടുത്തുള്ള ഒരു പരാജയം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് റൂട്ട് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വ്യാഖ്യാനത്തിലേക്കൊക്കെ പോകുന്നത്. എന്ത് അത്ഭുതമാണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു 4 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഉത്തരാഞ്ചൽ സംസ്ഥാനം തിരിച്ച് BJPയിൽ നിന്ന് പിടിച്ചതാ. കർണാടക സംസ്ഥാനം BJPയിൽ നിന്ന് തിരിച്ച് ഈ 4 മാസങ്ങൾക്ക് പിടിച്ചേ ഉള്ളൂ. ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ കൈ വിട്ടു പോയിട്ടുണ്ട്. നമ്മൾ ഓർമ്മിക്കണം, 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന സ്ഥിതി എന്താ? എവിടെയായിരുന്നു BJP? എത്ര അക്കത്തിലായിരുന്നു? ഞാനതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് തിരിച്ച് BJPക്ക് വരാൻ കഴിഞ്ഞില്ലേ? പിന്നീട് BJP ഭരിച്ചില്ലേ? പിന്നീട് BJP പ്രധാനമായ രാഷ്ട്രീയ കക്ഷിയായി രാജ്യത്ത് വളർന്നു വന്നില്ലേ? ഒരു തിരഞ്ഞെടുപ്പിൽ, ഒരു സംസ്ഥാനത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ 2-3 സംസ്ഥാനങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പിൽ താൽക്കാലികമായ ഒരു പരാജയം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ അതോടുകൂടി കോൺഗ്രസ് ഈ നാട്ടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു പോകുന്നു എന്ന് വ്യാഖ്യാനം നൽകുന്നത് എന്തിനു വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? അതാ മനസ്സിലാവാത്തത്.
കോൺഗ്രസിൻ്റെ പരാജയമുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റതിൽ 1-2 സംസ്ഥാനങ്ങൾ അതിദയനീയമായ തോൽവിയാണ്. ഇതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. അത് തിരിച്ചുവരവിന് കോൺഗ്രസിനെ ഒരു ആത്മപരിശോധന നടത്താൻ പ്രേരകമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു, കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ പരിശോധിക്കും. ആ പരിശോധനയിലൂടെ കണ്ടെത്തുന്ന ധാരണകളിലൂടെ കോൺഗ്രസ് മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ കോൺഗ്രസിൻ്റെ നയം. ആ നയത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് ശക്തമായി 2014 തന്നെ തിരിച്ചു വരും. റൈറ്റ്. ശ്രീ ടി ശ്രീകുമാർ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, സ്വാധീനം, വിജയം, ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ആം ആദ്മി പാർട്ടിക്ക് തുടർന്നും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ? ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ഏത് തരത്തിലായിരിക്കും അടയാളപ്പെടുത്തപ്പെടുക? ആം ആദ്മി പാർട്ടിയുടെ വിജയം യഥാർത്ഥത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിലും അതിന് മുൻപായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 2 പ്രധാന പ്രവണതകളാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നത്. ഏതാണ്ട് 80-കൾ മുതൽ ആരംഭിച്ച 2 പ്രവണതകൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഒന്ന്, 80-കൾ മുതൽ ആരംഭിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ക്രമാനുഗതമായ കൺസോളിഡേഷൻ, അത് അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു സെൻട്രിസ്റ്റ് കോalition, ഒരു മധ്യപക്ഷ കോalition, അത് ഡിസിന്റഗ്രേറ്റ്, അത് തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ഹിന്ദുത്വ ശക്തികളുടെ ക്രമാനുഗതമായ കേന്ദ്രീകരണവും മറ്റൊരു വശത്ത് അതിനെ പ്രതിരോധിക്കാൻ ഇന്ന് ശേഷിയുള്ള ഏക ജനാധിപത്യ ലിബറൽ കോalition അത് തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കക്ഷി രാഷ്ട്രീയ പരമായ വിശകലനങ്ങളുടെ കളത്തിന് പുറത്തു നിന്നുകൊണ്ട് ഈ 2 പ്രവണതകളെയും നോക്കിക്കാണേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയും എന്നാൽ BJP ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ അവർ തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ക്രമാനുഗതമായി ഗ്രാമീണ മേഖലകളിലും നഗര മേഖലകളിലും ഇടതുപക്ഷ മധ്യവർഗ ജനതകളുടെ ഇടയിലേക്ക് BJP അതിന്റെ സ്വാധീനം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയാണ്. അതിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ബദൽ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. ആം ആദ്മി പാർട്ടി സിവിൽ സമൂഹ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായ ഒരു പാർട്ടിയാണ്. എങ്കിൽ പോലും അതിന് എത്ര ഫലപ്രദമായി BJPയെ പോലുള്ള ഒരു ഹിന്ദുത്വ കൺസോളിഡേഷനെ നേരിടാൻ കഴിയുമെന്നുള്ളത് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വിശാലമായ ഒരു ഹിന്ദുത്വ വിരുദ്ധ മുന്നണി ഉണ്ടാകാനുള്ള തടസ്സം എന്താണെന്നുള്ളത് ആലോചിക്കുക. എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സമീപനം എല്ലാ കക്ഷികളും എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത്, ഞാനൊരു കോൺഗ്രസ് പക്ഷപാതിയല്ല, ഇതിനെ ഒരു രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തുമ്പോൾ ഒരു മധ്യപക്ഷ കോalition അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ BJPയുടെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവിടെയാണ് വിശാലമായ ഒരു ഐക്യമുന്നണി. ഇപ്പൊ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ പോലും അത്തരമൊരു ഐക്യമുന്നണിയിലേക്ക് വരാനാണ് ആം ആദ്മി പാർട്ടിയും തയ്യാറാവേണ്ടത്. ഈ സിവിൽ സമൂഹ രാഷ്ട്രീയം ഇലക്ട്രോൺ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും പല പരിമിതികളുമുണ്ട്. ഇപ്പോൾ അവർ ഭരണത്തിൽ ചേരേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ട എന്ന് എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. കാരണം ഭരണത്തിലെത്തുന്നതോടുകൂടി ഇന്നത്തെ ഈ ലോക സാഹചര്യത്തിലെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയോ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മറ്റ് സമ്മർദ്ദങ്ങളെയോ അതിജീവിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് എന്നല്ല ഒരു പാർട്ടിക്കും കഴിയുകയില്ല. ഇവിടെ വളരെ വസ്തുനിഷ്ഠമായിട്ട് ഇടതുപക്ഷ പാർട്ടികളാണെങ്കിലും ശരി, മറ്റ് BJP ഇതര പാർട്ടികളാണെങ്കിലും ശരി, സൂക്ഷ്മമായ ആത്മപരിശോധന നടത്തുകയും BJPയുടെയും ഹിന്ദുത്വ മുന്നണിയുടെയും മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മുന്നണിയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശകലനം നടത്തുകയുമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അവർക്ക് ഇലക്ട്രൽ പ്രോസസ് ഉണ്ട്. ഇപ്പോൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചില മണ്ഡലങ്ങളിൽ അവർക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തെ ഇങ്ങനെ വളരെ വളരെ ചുരുങ്ങിയ ഒരു കള്ളിയിലേക്ക് ആന്റി ഇൻകുംബൻസി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ ശരിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെ നോക്കുക. ആന്റി ഇൻകുംബൻസി ഫാക്ടർ ബാധിക്കുന്നില്ല BJPയെ. റൈറ്റ്. TJ അജയ്, ആക്ടിവിസ്റ്റ്, ഡൽഹിയിൽ നിന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ TJ അജയ്, ഇവിടെ കോൺഗ്രസ് വിലയിരുത്തുന്നത് ഈ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം കോൺഗ്രസ് തകർന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. ഡൽഹിയിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിനുണ്ടായ തിരിച്ചടി ഒരു കനത്ത പരാജയത്തിൻ്റെ മുഴുവൻ ലക്ഷണങ്ങളും അതിലുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷനിലും സീറ്റ് കൂടുതലാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് ദില്ലിയിലുണ്ടായിരുന്ന പോലെ ഒരു പരാജയമല്ല ഛത്തീസ്ഗഡിൽ നടന്നുള്ളത്. പക്ഷേ കോൺഗ്രസ്സിന് തിരിച്ചു വരാവുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, കോൺഗ്രസ് ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ്, കുടിലൊഴിപ്പിക്കലും ഖനനം നടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ ആ ഡിസ്പ്ലേസ്മെൻറ്റിന് എതിരായിട്ടുള്ളൊരു കോൺഗ്രസ് BJPക്ക് എതിരായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു നിർണയമാണ് അവിടെ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റുള്ള പ്രദേശങ്ങളിൽ റായ്പൂർ, ഭിലായ് അതുപോലുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി ഉണ്ടായി. അതും ഇപ്പം ദില്ലിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് തോന്നുന്നത്. കാരണം BJPക്ക് എതിരായിട്ട് അവിടുത്തെ ശിക്ഷാകർമ്മിയും അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഷെഡ്യൂൾ കാസ്റ്റ് സത്നാമി സമാജവും അതുപോലെ തന്നെ 3ാം ക്ലാസ് തൊഴിലാളികളും ഉദ്യോഗസ്ഥരും അവർക്ക് കോൺഗ്രസിനെതിരായിട്ട് 2 മാസം മുൻപ് വളരെ പ്രക്ഷോഭങ്ങൾ നടത്തിയതാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് BJP എങ്ങനെ വന്നു എന്നുള്ളതൊരു എനിക്ക് തന്നെ ഇപ്പോൾ ഒരു വാസ്തവത്തിലൊരു അതിശയമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനിപ്പോൾ ശരിയായിട്ടുള്ള റിസൾട്ടിൻ്റെ വോട്ടിൻ്റെ എണ്ണം അറിഞ്ഞതിന് ശേഷം അതിനെ പറ്റി വിശകലനം നടത്താൻ പറ്റും. ഡൽഹിയിൽ BJP 32 സീറ്റാണ്, 36 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. BJP നേതാക്കൾ പറയുന്ന 4 സംസ്ഥാനങ്ങളിലും BJP സർക്കാർ രൂപീകരിക്കുമെന്നാണ്. ഡൽഹിയിൽ അതെങ്ങനെ സാധ്യമാകും? ഡൽഹിയിൽ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയാണല്ലോ വിളിക്കേണ്ടത് ഗവർണർ. സ്വാഭാവികമായിട്ടും BJPയോടെ വിളിക്കുക, BJP ഗവൺമെൻറ് ഉണ്ടാക്കും. ബാക്കിയുള്ള കാര്യം അതിനുശേഷമാണ്. കാരണം ഡൽഹിയെപ്പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു തൂക്ക് നിയമസഭ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകാൻ ആളുകൾ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളതൊക്കെ സ്വാഭാവികം ഗവൺമെൻറ് ഉണ്ടാക്കാൻ BJPക്ക് അർഹതയുണ്ട്. 32 BJPയുടെ കയ്യിലുണ്ട്. 1 അകാലിദൾ BJPയുടെ സഖ്യകക്ഷിയാണ്. പിന്നെ 2 സ്വതന്ത്രന്മാർ, ഒന്ന് ജനതാദൾ യുവിൻ്റെ സ്വതന്ത്രനാണെന്ന് പറയുന്നു, പക്ഷേ ജനതാദൾ യുവിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഒന്നുമല്ല. പിന്നെ മറ്റൊരു സ്വതന്ത്രൻ. അങ്ങനെയുള്ള ഇപ്പം വന്നിട്ടുള്ള നമ്മുടെ സീറ്റ് നില അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷനും ഞങ്ങൾ ആലോചിക്കും. പക്ഷേ ഏതായാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ അർഹതയുള്ള പാർട്ടി BJPയാണ്. ഞങ്ങൾ ആ അർഹത ഉപയോഗിക്കും. ഗവർണർ ഞങ്ങളെ വിളിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നിയമസഭ ഫ്ലോറിൽ തീരുമാനിക്കേണ്ടത് കാര്യമാണ്. അതിപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി. അത് ആ അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കും. പക്ഷേ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണ്? കോൺഗ്രസ് ഉപയോഗിക്കാൻ കഴിയുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണോ? അതല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വേണ്ട രീതിയിൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണോ? ഇത് രണ്ടും ഇതിൻ്റെ കൂടെയുള്ള മറ്റു ചില കാരണങ്ങളുമാണ് കോൺഗ്രസിൻ്റെ ഈ പരാജയത്തിന് കാരണം. ഞാനിപ്പോഴും കരുതുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ 2 തരം ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നു എന്നുള്ള ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആത്യന്തികമായി പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലുമല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും രണ്ടുപേരും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രാദേശികമായിരുന്നു. അത് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ റോളിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന തരത്തിലുള്ളൊരു റിയാക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമീപനം കോൺഗ്രസിൻ്റെ തിരുത്തൽ പ്രക്രിയയ്ക്ക് സഹായകമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് മാറുകയും ഒരു യഥാർത്ഥത്തിലുള്ള ഇൻട്രോസ്പെക്ഷൻ, യഥാർത്ഥത്തിലുള്ള ഒരു ഉള്ളിലേക്ക് തിരിഞ്ഞുള്ള ചിന്ത അത് നടത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ 2 ഘടകങ്ങളുണ്ട്. അതായത് കിട്ടിയ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൻ്റെ പോരായ്മകൾ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ളത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ട്രാക്ക് റെക്കോർഡാണെന്ന് കരുതുന്നു. മൂന്നാമതൊരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസ്സിന് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒത്തിണക്കി കൊണ്ടുപോകാനും ചില ദിശയിലേക്ക് നീങ്ങാനും ഒക്കെ പറ്റുമെങ്കിൽ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താനും, അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് ധരിച്ച് അവർ അവശരാവേണ്ട കാര്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫലമാണ് ഛത്തീസ്ഗഡിലെ ഫലം. അവിടെ കഴിഞ്ഞ വർഷത്തെക്കാളും വോട്ടും സീറ്റും കോൺഗ്രസിന് വർദ്ധിച്ചു എന്നാണ് ആദ്യ ഫലങ്ങൾ കാണിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെയാണ് കോൺഗ്രസ് തിരുത്തൽ വരുത്തേണ്ടത്? ഒന്ന് പ്രധാനമായും
ജനപ്രിയ തീരുമാനങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ജനപ്രിയമല്ലാത്ത തീരുമാനങ്ങൾ രാജ്യ താല്പര്യത്തിന് വേണ്ടിയായിട്ട് കൂടി എടുത്തത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൻ്റെ അകത്ത് തിരിച്ചടി ഉണ്ടായി. നയങ്ങളിൽ മാറ്റം വരുത്തണം. നയങ്ങളിൽ മാറ്റം വരുത്തുന്നപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോളിംഗ് നടക്കുന്നതിന് മുമ്പേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശമുണ്ടായി. 6 മാസത്തിനകം ഡീസലിൻ്റെ മുകളിലുള്ള നിയന്ത്രണവും കൂടി ഗവൺമെൻറ് ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജ്യത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിലനിൽപ്പിനെ ഘടകവിരുദ്ധമായി ബാധിക്കുന്ന തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ആണ്. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് രാജ്യത്തിനാവശ്യമുള്ളതാണ്. അതേ രൂപത്തിൽ പ്രചരിപ്പിച്ചു കൊടുക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സാധാരണക്കാരിൽ എത്തിക്കാൻ കഴിയുന്ന മെഷീനറി കോൺഗ്രസിനുണ്ടായില്ല. നേരെ മറിച്ച് തിരിച്ചുള്ള മെഷീനറികൾ ഇതൊക്കെ രാജ്യദ്രോഹപരമാണ് അല്ലെങ്കിൽ ജനദ്രോഹപരമാണ് എന്ന നിലക്ക് വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷങ്ങളും മറ്റിടങ്ങളിൽ BJP അതുപോലെയുള്ള പ്രാദേശിക കക്ഷികളുമൊക്കെ നിരന്തരമായി കോൺഗ്രസിനെതിരായിട്ട് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം സമീപനങ്ങൾ അത്തരം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിമർശിക്കാൻ പോലും കഴിയാത്ത സുതാര്യമായ സാമ്പത്തിക നയങ്ങളും ഭരണപരിഷ്കാരങ്ങളും കോൺഗ്രസിനകത്ത് ഒന്നാമതായിട്ട് വേണം. രണ്ടാമത് സംഘടനാപരമായ ദൗർബല്യങ്ങൾ അത് എവിടെ ഉണ്ടായാലും അത് പരിഹരിക്കാൻ അതിശക്തമായ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. വ്യക്തി താല്പര്യങ്ങളോ വ്യക്തികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ വിരോധങ്ങളോ നോക്കാതെ ജനങ്ങളുമായി ഇടകിച്ചേർക്കുന്ന ജനജീവിതവുമായി ബന്ധപ്പെടുന്ന പ്രാദേശിക നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സമീപനം, ഒരു സംഘടനാ സമീപനം കോൺഗ്രസിൻ്റെ നേതൃത്വ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രധാനപ്പെട്ട 2 മേഖലകൾ അതാണെന്ന് ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട ശ്രീ PM സുരേഷ് ബാബു ഇവിടെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു. നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മനസ്സിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ കോൺഗ്രസ്സിൽ തിരസ്കരിക്കപ്പെടുന്നു, കോൺഗ്രസ് പരാജയപ്പെടുന്നു പറയുമ്പോൾ ആജീവനാന്തം കോൺഗ്രസ് പരാജയപ്പെടണം എന്നർത്ഥത്തിലല്ല. കാരണം ഇന്ത്യയെപ്പോലുള്ള ജനാധിപത്യത്തിൽ ബഹുകക്ഷി സമ്പ്രദായമാണ്, എല്ലാ പാർട്ടികളും വേണം എന്നുള്ള അഭിപ്രായമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളമുള്ള കോൺഗ്രസ് ഇന്നും വിശ്വസിക്കുന്നത് ഒരു കുടുംബാധിപത്യത്തിലാണ്. ആ കുടുംബാധിപത്യം ഇന്ത്യയിലെ ജനങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരത്തെ ബഹുമാനപ്പെട്ട വെങ്കടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചുമതലയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ചുമതലയാർക്കാണ്? ഞാൻ ചോദിക്കട്ടെ, 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ജയിച്ചു എന്നിരിക്കട്ടെ, എന്തായിരിക്കുമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതികരണം? കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും ആദ്യത്തെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. അതായിരിക്കുമല്ലോ. ഉത്തർപ്രദേശിൽ 27 സീറ്റ് കിട്ടിയപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ വിജയം, തോറ്റാൽ അത് പ്രാദേശിക നേതാക്കന്മാരുടെ. പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ളത് പ്രാദേശിക നേതാക്കന്മാരല്ല, രാഹുൽ ഗാന്ധി നേരിട്ടാണ്. ഞങ്ങൾ 4 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, എന്തേ കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല? കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഉണ്ട്, നെഹ്റു കുടുംബത്തിനുണ്ട്. കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് നെഹ്റു കുടുംബത്തിന് ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ആ കരിഷ്മയൊക്കെ പോയിരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കുടുംബാധിപത്യത്തെ സ്വീകരിക്കില്ല. ആ കുടുംബാധിപത്യം വിലപ്പോവില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. ടി ശ്രീകുമാർ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ 4 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, അതിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും അവർ ഇതിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠം അത് ഏത് തരത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? എന്താകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ്? ഇത് ഈ മുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമായി കാണാൻ വിശകലനങ്ങളാണ് കൂടുതലും നടക്കുന്നതെന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്, ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം BJPക്ക് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളല്ല എന്ന് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് പറയുന്നത്. BJPക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് വോട്ടുകളാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രത്യയശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. അതിനെയാണ് ചെറുക്കാനുള്ളത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് കിട്ടുന്ന വോട്ടുകൾ അവർ നടത്തിയ പ്രത്യയശാസ്ത്ര സമരത്തിൽ. കാരണം ഇപ്പോൾ ലിബറലൈസേഷൻ പോളിസീസിന്റെ പേരിലോ അഴിമതിയുടെ പേരിലോ ഒക്കെ കോൺഗ്രസ് ഗവൺമെന്റിനെ പഴിക്കാനാണെങ്കിൽ വരുന്ന ഏത് ഗവൺമെന്റിനും എടുക്കാവുന്ന നടപടികൾ മാത്രമേ കോൺഗ്രസ് സർക്കാർ എടുക്കുന്നുള്ളൂ. BJP അധികാരത്തിൽ വന്നാലും ഇതേ ലിബറലൈസേഷൻ, ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങൾ തന്നെയായിരിക്കും പിന്തുടരുക. പെട്രോളിനും ഡീസലിനും ഒക്കെ അവരും ഇതുപോലെ തന്നെ വില വർദ്ധിപ്പിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ അല്ല ജനങ്ങൾ BJP വോട്ട് ചെയ്തിട്ടുള്ളത്.
BJP കോൺഗ്രസിന്റെ ദുർഭരണത്തിനൊരു ബദലാണ് എന്ന് വിചാരിച്ചല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഹിന്ദുത്വ കൺസോളിഡേഷൻ ആണ്. ഇതിന്റെ രാഷ്ട്രീയത്തെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രതിരോധിക്കാൻ കഴിയണമെന്നുള്ളതാണ്. വളരെയധികം ശ്രീ ടി ടി ശ്രീകുമാർ. ഈ അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനല്ല എന്ന് കൃത്യമായി മനസ്സിലായി. അദ്ദേഹം ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനെക്കാളും ഗംഭീരമായിട്ട് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട്, ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും BJP ഒരു സെൻസിറ്റീവ് വിഷയം പറഞ്ഞു? അതാണല്ലോ BJPക്കെതിരെയുള്ള പരാതി. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ കേന്ദ്ര രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിലെ UPA ഗവൺമെൻറ്, ആ UPA ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, അഴിമതി, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്ഥാന ഭരണത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനവിരുദ്ധമായ നയങ്ങൾ, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയ പാർട്ടികൾ, ഈ രാഷ്ട്രീയമല്ലാതെ കൃത്യമായ വികസനത്തിൻ്റെ രാഷ്ട്രീയം, ജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ച എന്തെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആ വിഷയങ്ങൾക്കാണ് ജനം വോട്ട് ചെയ്തത്. അപ്പോൾ ആ രാഷ്ട്രീയം മനസ്സിലാക്കാതെ, എന്തുകൊണ്ട് ജനം അങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ BJP വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം, ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് BJPയെ സഹായിക്കുന്നത്. റൈറ്റ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, താങ്കളുടെ ഒരു കൺക്ലൂഡിംഗ് നോട്ട്. അല്ലല്ല, ഞാനിപ്പോൾ രമേശ് ഇപ്പോൾ അവസാനം പറഞ്ഞിട്ടുള്ള കാര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയാം. പ്രധാനമായും ഈ ഭരണപരമായ കാര്യങ്ങളിലൊക്കെയാണ് BJPയുടെ പ്രചാരണം കേന്ദ്രീകരിച്ചതെങ്കിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ തരാതരം പോലെ BJPക്കും സംഘപരിവാറിനും സഹജമായ വളരെ എന്താ പറയുക, വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള വർഗീയ പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലവ് ജിഹാദിൻ്റെ പല രൂപങ്ങൾ കേരളത്തിൽ പല രീതിയിൽ പ്രചരിപ്പിച്ച് അത് നടക്കാത്ത കാര്യമാണെന്ന് മനസ്സിലായിപ്പോയിട്ടുള്ള ആ സാധനം അതിൻ്റെ പല രൂപങ്ങളിൽ അത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും പല സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ച് വളരെ ശരിയായ കൃത്യമായിട്ടുള്ള അളവുകളിലും ഡോസിലും അത് പ്രചരിപ്പിച്ച് അതിൻ്റെ നേട്ടം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രചാരണത്തിൻ്റെ അഭാവത്തിൽ പൂർണ്ണമായും മതനിരപേക്ഷമായ രീതിയിലുള്ള ഭരണപരമായ നേട്ടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് BJP ജയിച്ചതെന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിലിരിക്കുന്ന BJP നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. അത് നിലനിൽക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം അത് ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച അത്രയും മൂർത്തമായ, അത്രയും സാകല്യത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെയുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ വിജയത്തിന് അവർക്ക് തീർച്ചയായും അതിൽ അവർക്ക് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, MT രമേശ്, TT ശ്രീകുമാർ, രതീഷ്, TJ അജയ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്